السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى والصلاة والسلام على من اصطفى وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിന്റെ ഖാദിമികളായി ജീവിക്കാൻ, യഥാർത്ഥ മുഅ്മിനായിട്ട് മരിക്കാൻ റബ്ബിന്റെ തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ജീവിതം നശ്വരമായ ലോകത്താണ്. ഇനി അനശ്വരമായ ലോകത്തേക്ക് നമ്മുടെ ജീവിതം മാറാനുണ്ട്. ആഖിറമാകുന്ന അനശ്വരതയിലേക്ക് കടക്കുമ്പോൾ അവിടെ വിഭവങ്ങൾ ഒരുക്കേണ്ടത് ഈ ദുനിയാവിന്റെ ബാധ്യതയാണ്. ഈ ദുനിയാവിൽ ഒരു മുഅ്മിനിന്റെ ധർമ്മമാണ് അനശ്വരതയിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുക എന്നുള്ളത്. ഖബറിന്റെ ആഴിയിലേക്ക് ചൊല്ലുമ്പോൾ മനുഷ്യന്റെ നിമിഷ നേരങ്ങൾ മുഴുവനും റബ്ബേ, എന്നെ ദുനിയാവുക്ക് മടക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വണങ്ങാം, നീ പറയുന്നത് ചെയ്യാം എന്ന് പറയും. പക്ഷേ വലയോ അഖിറല്ലാ, ഒരു നഫ്സിനും അവധി കൊടുക്കൂല, ചാൻസ് കൊടുക്കൂല എന്നാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ചിന്തയും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ ഒരു ഓപ്ഷനുമില്ല. ചോദിക്കപ്പെടുമ്പോൾ മറുപടി പറയാൻ നമ്മുടെ നാക്കിന് സീല് വെക്കപ്പെടും. കൈകൾ സംസാരിക്കും. കാലുകൾ സാക്ഷി നിൽക്കും. സുബ്ഹാനല്ലാഹ്. കാലുകൊണ്ട് തെറ്റിലേക്ക് നടന്നതും കൈകൊണ്ട് തെറ്റുകൾ ചെയ്തതും എല്ലാം അവിടെ വെച്ചുകൊണ്ട് സാക്ഷി നിൽക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ദാവൂദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാൾ ഒരു മനുഷ്യനിലേക്ക് തുറപ്പിച്ചു നോക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തോട് ദാവൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉർദുദ് ബസറക ഇലൈക്. സഹോദര, നിന്റെ നോട്ടം നീ നിന്നിലേക്ക് മടക്ക്, ഓനെങ്ങനെ തുറപ്പിച്ച് നോക്കണ്ട. ഫഇന്നഹു ബലഗനി, എനിക്കെത്തിയ ഒരു വിവരം ഞാൻ പറഞ്ഞു തരാം. ഇന്ന റജുല യുസ്അലു അൻ ഫുളൂലി നദരി, ഒരു മനുഷ്യൻ അവന്റെ ആവശ്യമില്ലാത്ത നോട്ടത്തെപ്പറ്റി ഓനോട് ചോദിക്കുക തന്നെ ചെയ്യും. കമാ യുസ്അലു അൻ ഫുളൂലി അമലി, ആവശ്യമില്ലാത്ത ഏർപ്പാട് ചെയ്യുമ്പോൾ, അമല് ചെയ്യുമ്പോൾ, പ്രവർത്തികൾ ചെയ്യുമ്പോൾ ചോദിക്കപ്പെടുമെന്നുള്ളത് സത്യമാണല്ലോ. അപ്പൊ പിന്നെ എന്റെ നോട്ടത്തിൽ ആവശ്യമില്ലെങ്കിൽ അതിനെപ്പറ്റിയും നീ എന്തിനു ചോദിച്ചു, നീ എന്തിനു നോക്കി, നിന്റെ നോട്ടത്തിന്റെ ലക്ഷ്യമെന്ത്, നീ ചെയ്തു കൂട്ടിയ ഹറാമുകൾ, ഈ നോട്ടം കൊണ്ടുണ്ടാക്കിയത് എല്ലാം ചോദിക്കപ്പെടും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അബൂ ദർ റളിയല്ലാഹു അൻഹു പറയും, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അലൈക ബിഹുസ്നിൽ ഖിൽഖി, അലൈക ബിഹുസ്നിൽ ഖുൽഖി, നീ സൽസ്വഭാവിയായിട്ട് ജീവിക്കണം, നല്ലവനാവണം, മനുഷ്യന്മാരുടെ പെരുമാറുമ്പോൾ മാന്യത കീപ്പ് ചെയ്യണം. വതൂലി സുംതി, ദീർഘമായ അടക്കം നിനക്ക് വേണം. എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ സംസാരിക്കല്ലേ. ചില സമയത്ത് നിന്റെ നാവിനെ ഒതുക്കുക എന്നുള്ളത് നിന്റെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഫവല്ലദീ നഫ്സി ബിയദി, എന്റെ ശരീരം ആരുടെ കൈകളിലാണോ അവരെ തന്നെയാണ് സത്യം. മാ തജമ്മലൽ ഖലായിക ബിമിത്ലിഹാ, മിണ്ടാതിരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഈ നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നതിനേക്കാളും ഭംഗിയുള്ള നന്മയുള്ള മറ്റൊന്ന് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനത്തൊന്നില്ല തന്നെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ചില സന്ദർഭത്തിൽ നമ്മളൊന്ന് ഒതുങ്ങിയാല് അത് അവന്റെ ഏറ്റവും വലിയ അലങ്കാരമായിട്ട് മാറും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ട് മുഖമുള്ളവർ, സുബ്ഹാനല്ലാഹ്, രണ്ട് മുഖമുള്ള ആളുകൾ പേടിക്കണം. മൻ കാന ലഹു വജ്ഹാനി, ഒരാൾക്ക് രണ്ട് മുഖമുണ്ടായി എന്ന് പറഞ്ഞാൽ രണ്ട് മൂക്കും കണ്ണും കാതൊക്കെ ഉണ്ടായി എന്നല്ല, അവൻ കപട സ്വഭാവം എടുക്കുന്ന മുഖങ്ങൾ അവനുണ്ടായി. ഫിദ്ദുനിയ, ദുനിയാവിൽ രണ്ട് മുഖമുള്ള പ്രകൃതം കാണിച്ചാൽ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനൻ നാർ, നരകത്തിനാലുള്ള രണ്ട് നാക്കുകൾ അള്ളാഹു അവന് കൊടുക്കുന്ന. നാലാളെ കാണുന്ന സമയത്ത് ഓന് ഈമാനുണ്ട്, ഒറ്റക്കുള്ള സമയത്ത് നിസ്കരിക്കൂല, നിസ്കാരം ഖളാക്കും ചെയ്യും.
ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പോൾ നിസ്കരിക്കുക. ഒറ്റക്കുള്ള സമയത്ത് വീട്ടിൽ ആരുമില്ല, മക്കളൊന്നുമില്ല, അവിടെ നിസ്കാരം കള്ളാവിനോടത്തും മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ലാതെ ജീവിക്കുക. സുബ്ഹാനല്ലാഹ്, അത് ഏറ്റവും വലിയ തെറ്റാണ്. റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. വിശ്വാസിയുടെ നാവ് ഹൃദയത്തിൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്. ഒരു യഥാർത്ഥ നല്ല വിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെയും അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടേ ആ നാവ് കൊണ്ട് സംസാരിക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മിണ്ടൂല. എന്നാൽ ഒരു കപടന്റെ നാവ് ഹൃദയത്തിന്റെ മുന്നിലേക്കാണ്. അവന് പുത്തം പുട്ട് സംസാരിക്കും. എന്താണ് പറയേണ്ടതെന്നുള്ളത് വെല്ലും ബ്രേക്കും ഇല്ലാതെ ലൈസൻസ് ഇല്ലാതെ പറയും. പിന്നെയാണ് അവന്റെ ചിന്ത അവനിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ഹൃദയത്തിന്റെയും അപ്പുറത്തുള്ള നാവാണ് നമുക്ക് വേണ്ടത്. പറയുമ്പോൾ പറയുന്ന വാക്ക് ഉപകാരമുണ്ടോ, ഞാൻ ആരോട് പറയുന്നു, പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണമെന്ത് ദോഷമെന്ത് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യന്മാർ 3 വിഭാഗമുണ്ട്. 1 വിജയിച്ചവർ, 2 രക്ഷപ്പെട്ടവർ, 3 രോഗം ബാധിച്ചവർ. ആരൊക്കെയാണെന്ന് വിശദീകരിക്കണം. 1 വിജയിച്ചവരാരാ? ദിക്ർ ചൊല്ലുന്ന ആൾക്കാർ വിജയിച്ചു. അള്ളാഹിനെ സ്മരിച്ച്, അള്ളാഹുവിനെ അവന്റെ റസൂലിനെ സ്മരിച്ച് ദിക്റുകളെ കൊണ്ട് നാവിനെ പച്ചപ്പിടിപ്പിച്ച ആളുകൾ വിജയിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ട ആളുകളോ പല സന്ദർഭത്തിലും മിണ്ടാൻ പാടില്ലായിരുന്നു, ആ സമയത്ത് മിണ്ടിയില്ല. പല സന്ദർഭത്തിലും മൂപ്പര് പ്രതികരിച്ചാൽ ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും, പക്ഷെ അതിനേക്കാളും നഷ്ടവും ഉണ്ടാകും. അവിടെ മൂപ്പര് മിണ്ടിയില്ല. ആ മൗനത്തിൽ വലിയ പവറുണ്ട്. അങ്ങനെ സുംത്തുണ്ടാക്കി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ട ആളാണ്. 3ാമത്തെ വിഭാഗം ആളുകൾ രോഗം ബാധിച്ചവരാണ്. അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടുക, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഏർപ്പെടുക, അതിൽ അഭിപ്രായം പറയാ, അവിടെ ഇടപെടുക, ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ രോഗം ബാധിച്ചവരാണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് മുസ്തഫ നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാൻ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.